നമസ്കാരം, ഞാൻ രജിന്ദാസ് എം എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വഴി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായിരിക്കും. കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ശനിദശയിൽ ലഭിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴായി കേട്ടിരിക്കും. എന്നാൽ ശനിദശയിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുമോ? പറയുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്നാണ് ഉത്തരം. ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എല്ലാം ശനിദശയിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. എന്നാൽ ശനിദശയിൽ ഇതെല്ലാം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കില്ല എന്നതാണ് വിഷയം. മടി, അലസത, കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കൽ എന്നീ ദോഷങ്ങൾ നമുക്ക് വളരെ കൂടുതലായി ശനിദശയിൽ അനുഭവപ്പെടും. ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം ചെയ്തേ മതിയാകൂ. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസവും ദർശനം നടത്തുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം കഴിക്കുക എന്നീ ശനിദോഷ പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്തു വന്നെങ്കിൽ മാത്രമേ ശനിദശയിലെ മടി, ആലസ്യം, പ്രൊക്രാസ്റ്റിനേഷൻ എന്നിവ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കൂ. ഇതെല്ലാം മാറ്റി എടുത്ത ശേഷം, ശനിദോഷം പരിഹരിച്ച ശേഷം ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്നിവ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും ശനിദശയിൽ നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും.